ഓഫീസർ ഓൺ ഡ്യൂട്ടി നമ്മുടെ ചാക്കോച്ചൻ നായകനായ പുതിയ പടം ഇന്ന് തിയേറ്ററുകളിലെത്തി. ഞാൻ ഈ മാസം ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. അതായത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി. ജിത്തു അഷ്റഫാണ് ഡയറക്ടർ. ഇത് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ നായാട്ട്, ജോസഫ് എന്നീ സിനിമകളുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഇതിന്റെ ഡയറക്ടർ. ഇതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ മാർട്ടിൻ ബ്രക്കാട്ടിൽ. അതുപോലെ തന്നെ ജെയ്ക്സ് ബി ജോയാണ് ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സിനിമയിലോട്ട് കിടക്കുമ്പോൾ എനിക്ക് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ്. സിനിമയിലോട്ട് കിടക്കുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പേഴ്സണലി എനിക്ക് വർക്കായില്ല. എനിക്ക് താല്പര്യമില്ല ഫസ്റ്റ് ഹാഫ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില സീനുകൾ ഫസ്റ്റ് ഹാഫിൽ രസമുണ്ട് എന്നല്ലാതെ എനിക്ക് ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ ഒരു വാവ് ഫാക്ടോ അല്ലെങ്കിൽ ഒരു ഹൈ മൊമെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ സിനിമ സെക്കൻഡ് ഹാഫിലോട്ട് കടന്നു. സെക്കൻഡ് ഹാഫിന്റെ സ്റ്റാർട്ടിങ് അത്ര താല്പര്യമില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് പടം നൈസായിട്ട് ഒന്ന് കയറാൻ തുടങ്ങി. അതുകൊണ്ട് സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കാൻ ഒരു രസമൊക്കെ തോന്നി. ക്ലൈമാക്സ് ഓക്കെ നന്നായിട്ടുണ്ട്. ക്ലൈമാക്സിലെ ഫൈറ്റ് സീനൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഈ പടത്തിൽ സെക്കൻഡ് ഹാഫിൽ ചാക്കോച്ചൻ്റെ 2 ഫൈറ്റ് സീനാണുള്ളത്. രണ്ടും സെക്കൻഡ് ഹാഫിൽ തന്നെയാണ്. ആ പടത്തിൻ്റെ ലാസ്റ്റ് ഏരിയയിലേക്കാണ് ആ 2 ഫൈറ്റും വരുന്നത്. അതിൽ ചാക്കോച്ചൻ്റെ ആദ്യത്തെ ഫൈറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഒരു മോർച്ചറിയിൽ വെച്ചുള്ളൊരു ഫൈറ്റ് പരിപാടിയുണ്ട്, അത് അടിപൊളിയുണ്ട്. പിന്നെ രണ്ടാമത് പിന്നെ ക്ലൈമാക്സ് ഫൈറ്റാണ്. സിനിമയുടെ കഥയിലോട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നില്ല, അതിൻ്റെ ഒരു കാര്യങ്ങളിലോട്ട് ഞാൻ കിടക്കണില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇങ്ങനെയാണ് ഫീൽ ചെയ്തത് ഈ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം എനിക്ക് ഇതിന് കിട്ടിയില്ല. എനിക്ക് ഈ പടത്തിൽ മെയിനായിട്ട് പോസിറ്റീവ് തോന്നിയത് നമ്മുടെ ചാക്കോച്ചൻ, കുഞ്ചാക്കോ ബോബൻ, അങ്ങേരുടെ പെർഫോമൻസ് കിടിലനായിരുന്നു ഈ സിനിമയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പുള്ളിയുടെ ആ ക്യാരക്ടർ. പുള്ളി ചെയ്ത ക്യാരക്ടർ പുള്ളി അടിപൊളിയായിട്ട് നന്നായിട്ട് തന്നെ ആ ക്യാരക്ടർ പുള്ളി അവതരിപ്പിച്ചിട്ടുണ്ട് ചാക്കോച്ചൻ. പുള്ളിയുടെ പെർഫോമൻസ് ആണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് നന്നായി ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ പടത്തിൽ മെയിനായിട്ട് പോസിറ്റീവ് പറയാം. പിന്നെ കഥാപരമായിട്ട് ഈ സിനിമ എനിക്കൊരു അത്രയൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് പേഴ്സണലി തന്നില്ല. എനിക്ക് ഒരു ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയത്. അത്യാവശ്യം ഈ പടമായിരുന്നു ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തോ എനിക്ക് ഭയങ്കരമായിട്ടൊരു എനിക്ക് പേഴ്സണലി കിട്ടിയില്ല. എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഈ സിനിമയിൽ വേറൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ കളർ ഗ്രേഡിങ്ങിലൊരു പ്രശ്നമുണ്ട്. അതായത് പകൽ സീൻ വരുമ്പോൾ പിന്നെയും കുഴപ്പമില്ല, പക്ഷേ ഈ നൈറ്റ് സീൻ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഒന്നും കാണില്ല. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊരു സീനുണ്ട്, ഒരു പോലീസ് ഓഫീസർ സൂയിസൈഡ് ചെയ്യണ സീനുണ്ട്. ഇത് ഈ പടത്തിൻ്റെ തുടക്കത്തിലെ സീനതാ. ആ സീനിൽ തന്നെ എനിക്കത് ഫീൽ ചെയ്തു, ഒന്നും ക്ലിയർ ആവണില്ലല്ലോ എന്നുള്ളൊരു സാരം. പക്ഷെ അത് പിന്നെ ഓക്കെ, അതവിടെ കഴിഞ്ഞെന്ന് വിചാരിക്കാം. പക്ഷേ ഈ സിനിമയുടെ ക്ലൈമാക്സിലൊരു ഫൈറ്റ് ഉണ്ട്, കുറച്ച് പേരുണ്ട് ആ ഫൈറ്റിൻ്റെ. അത് ഇതിലാരൊക്കെയാണ് തല്ലണമെന്ന് എനിക്ക് ക്ലിയർ ആയില്ല. ഞാൻ കണ്ട തിയേറ്ററിന്റെ പ്രശ്നമാവാൻ യാതൊരു വഴിയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തൃശ്ശൂർ ദീപ തിയേറ്ററിലാണ് കണ്ടത്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തിയേറ്ററാണ്. അതിന്റെ പ്രൊജക്ടറൊന്നും അത്ര ഒരു ഇത് വരില്ല, കംപ്ലൈന്റ് വരില്ല. കാരണം പിന്നെ മാത്രമല്ല ഈ സിനിമയിൽ പകൽ സീനുകളൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു പകൽ സീനൊക്കെ വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എന്തൊരു മങ്ങിച്ച കുറവുണ്ടോന്ന് അങ്ങനെ പകൽ സീൻ വരുമ്പോൾ എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല. പക്ഷെ നൈറ്റ് സീൻ വരുമ്പോൾ പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ഫൈറ്റിൽ ആരൊക്കെയാ തല്ലേത് ഞാൻ നോക്കണ്ടായിരുന്നത്. അത്രയും എനിക്കത് ക്ലിയർ ആയില്ല, ചിലത് വ്യക്തമാവണില്ല. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തു. ചിലപ്പോൾ ഇനിയിപ്പോൾ ഇത് 2K ആണ്, ഇപ്പോൾ ദീപ 2K ആയിരുന്നു, നല്ല ക്ലാരിറ്റി ഉണ്ട്, അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. ഇനിയിപ്പോൾ 4K RGB ലേസർ തിയേറ്ററിൽ കാണുമ്പോൾ ഇനി ചിലപ്പോൾ അത് കുറച്ചും കൂടിയും വ്യക്തമായിട്ട് കണ്ടുവന്നിരിക്കും, എനിക്ക് തോന്നുന്നു, അറിയില്ല. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അത് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ എന്തായാലും പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ സിനിമ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും കാണാൻ താല്പര്യമുള്ളവർ, അതായത് ഈ സിനിമ കാണണം എന്ന് വിചാരിച്ചിട്ടുള്ളവർ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കുക. കാരണം ചിലപ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു എന്ന് വരും. അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷ വെച്ച് പോയി എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ചാക്കോച്ചൻ തകർത്തുണ്ട്, അതാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം. ചാക്കോച്ചൻ അടിപൊളിയുണ്ട് ഈ സിനിമയിൽ, അതാണ് ഇവിടെ തന്നെ മെയിൻ പോസിറ്റീവ്. അങ്ങനെ മൊത്തത്തിലൊരു ആവറേജ് എക്സ്പീരിയൻസ്. കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കിക്കോ.